വേഗത്തിൽ നമുക്ക് ദൈവത്തിന്റെ ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let us quickly turn our attention to the word of God. Hallelujah. നമ്മൾ ചിന്തിച്ച വിഷയം ദൈവവുമായി നാം കണക്റ്റഡ് ആകുക എന്നുള്ളതാണ്. What we were meditating on is a connection with God. ഒന്ന് ദൈവവുമായിട്ട് കണക്റ്റഡ് ആകും, ഇല്ലെങ്കിൽ ലോകവുമായിട്ട് കണക്റ്റഡ് ആകും. Either you will be connected with God or you will be connected with the world. ഏതെങ്കിലും ഒന്നിലോട് കണക്റ്റഡ് ആയേ പറ്റൂ. It is inevitable that you will be connected with one of the two. നമ്മുടെ ചോയ്സ് ആണ് ആരുമായിട്ട് കണക്റ്റഡ് ആകണമെന്നുള്ളത്. But you get to choose to which of these you are connected. പ്രാരംഭത്തിൽ ഓർമ്മിച്ചു ദൈവവുമായിട്ട് കണക്റ്റഡ് ആയ ഒന്ന് നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. I reminded you earlier, the benefit of being connected with God is that you will realize and recognize your identity. സ്വന്തം ദൈവ മക്കളായി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സഭ ചേർന്ന് പറഞ്ഞ് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. We read in the Gospel of John that those who accept Jesus and accept him into their lives, they have been given the privilege to be called the children of God. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവ മക്കളാകാനുള്ള അവകാശം സ്വർഗ്ഗം നൽകി തന്നതാണ്. The greatest privilege that we have in this world is that we have been called the children of God. ഹൃദയം തുറന്ന് നന്ദി പറ കർത്താവേ, ആ അവകാശം തന്നതിനായിട്ട് സ്തോത്രം പറ. Could you just say thank you Jesus for giving me that privilege? പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഭൂമി വിളിക്കപ്പെടാൻ കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹത്തെ നൽകി തന്നു. And then we said, behold what manner of love the Father has lavished upon us that we should be called his children. ഈ നിൽക്കുന്ന ഇപ്പോൾ ഒരു ഡോക്ടറാണ്. സ്വത്രം ഇഷ്ടമാണ് ഡോക്ടർ എന്ന് വിളിക്കാം. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവ മക്കളെന്ന് മകനെന്ന് വിളിക്കപ്പെടാൻ. എഞ്ചിനീയേഴ്സ് ഉണ്ട്, പല പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേങ്കിൽ നമ്മളെല്ലാം നിങ്ങൾ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കും. പക്ഷേ സ്വർഗ്ഗം നമ്മളെല്ലാം അറിയുന്നത് മറ്റു ലോകം വിളിക്കണം ദൈവമകൻ. ഈ ഒരു സ്നേഹമാണ്, ഈ ഒരു അധികാരമാണ്, ഈ ഒരു പദവിയാണ് നൽകി തന്നത്. എന്നെ ഡോക്ടർ എന്ന് വിളിക്കണമെങ്കിൽ വലിയ പാടാ അല്ലേ? ഈ വിചാരിച്ച് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, താല്പര്യവും ഇല്ല. എന്നാൽ നമുക്കെല്ലാവർക്കും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കോഴ്സ് ചെയ്യേണ്ട, പാസ്സാകേണ്ട, ടെസ്റ്റ് എഴുതേണ്ട ഒന്നും വേണ്ട. വിശ്വസിച്ചത് കൊണ്ട്, ഈ രക്ഷയെ സ്വന്തമാക്കിയത് കൊണ്ട്, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട്, കർത്തൃത്വം കർത്താവിന് കൊടുത്തത് കൊണ്ട് അവൻ ഈ ഭൂമി നമ്മൾ വിളിക്കപ്പെടുന്നു ദൈവമക്കൾ. Amen. Hallelujah. We are all individuals with various titles and various qualifications. The world may give us status, the world may give us various accolades, but the word of God reminds us that none of those privileges, none of those positions, none of those titles are the greatest things in this world. Rather, the greatest privilege that anyone can attain is to be known as, to be called a child of the Most High God. Praise the Lord. Hallelujah. നമ്മുടെ പൊസിഷൻ എന്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട്. I often ask the question, what is our position? എന്തൊക്കെയാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ പദവി? ഒന്ന് രണ്ടാണെന്ന് പറഞ്ഞു. Could you just say, just remind yourself that we are what our privileges are as being people who have accepted Christ? ദൈവ മക്കളെന്ന് കോമൺ ആയിട്ട് മറ്റു 3-4 കാര്യം കൊണ്ടൊന്ന് പറഞ്ഞു. രാജകീയ പുരോഹിത വർഗം, സ്വന്തം ജനം, വിശുദ്ധ വംശം, പിന്നെ അവകാശികൾ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, മണവാട്ടി, ഇങ്ങനെ പറഞ്ഞത് സന്തോഷമാണ്. നമ്മൾ ആരാണെന്ന് ചിന്തിച്ച് The children of God, we should remember who we are. നമ്മളെപ്പോഴും നമ്മുടെ കഷ്ടവും രോഗവും ദുഃഖവും ക്ലേശവും മാത്രം പറയുമ്പോൾ ശരിക്കും ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നമ്മൾ ആരാണ് ഒന്ന് നിങ്ങളും നിങ്ങളുടെ അകത്ത വെട്ടം വിട്ട് ഞാൻ ആരാ എന്നും ഈ കഷ്ടം പറഞ്ഞ് ഈ നമ്മളതാ സാക്ഷ്യം നിർത്തിയത്. സ്വത്രം അതുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞ് ആരാന്നൊന്ന് തന്നെ ഇരുന്ന് വരാ. ഞാൻ ദൈവത്തിന്റെ വകയാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്, അവന്റെ സമ്പത്താണ്, വിലയേറിയവനാണ്, മാന്യനാണ്, വിളിക്കപ്പെട്ടവനാണ്, Hallelujah. Hallelujah. The children of God, many times we are distracted by our challenges and our problems. We allow the sorrows of this world to drown us. But sometimes just take a moment to remind yourselves who you are. What is your identity? To proclaim and to say, so that your own ears and also hell and also the heavens would hear that you are proclaiming, I am a child of God, I am a chosen people, I am a holy nation, I am a royal priesthood, I am a kingly, I'm a royal, hallelujah, chosen by God. All of these things
that the word of God continues to remind us. Praise the Lord. ദിവ്യ തേജസ്സീനായി വിളിക്കപ്പെട്ടോരേ ദൈവഹിതം ഓ ദിവ്യ തേജസ്സീനായി വിളിക്കപ്പെട്ടോരേ ദൈവഹിതമെന്നിപ്പോൾ തിരിച്ചറിയുക. ഞാൻ ഈ പാടം തുടങ്ങിയ പിന്നെ ഈ ഒരു ആത്മാവ് പാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വചനത്തിലോട്ട് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിച്ചാട്ട് ഇന്ന് പകൽക്കാലം അംശം നമ്മൾ ആരെന്നുള്ളത് മനസ്സിലാക്കി കർത്താവിന്റെ മഹപിശാച് കേൾക്ക പറയണം. എടാ രോഗം ദുഃഖം പറയാൻ നിനക്കുള്ളു, പക്ഷേ എനിക്കൊരു പദവിയുണ്ട്, എനിക്കൊരു അവകാശമുണ്ട്. ഞാൻ നിൽക്കുന്ന ദൈവ സന്നിധിയിലാണ്. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വർഗീയ പൗരനാണ് ഞാൻ. ആ ബോധ്യം ഇന്നിപ്പോൾ നമ്മുടെ അകത്ത് വർദ്ധിപ്പാനിടയായി തീരും. Yes, dear children of God, we may have trials, we may have challenges, we may have problems, we may have illness and sickness that try to destroy us, that try to put us down, that try to pull us away from Him. But could you just take a moment to recognize and realize and to proclaim to the enemy that I am a child of God. I am one, hallelujah. I'm a royal, hallelujah. I'm a chosen generation. I'm a citizen of heaven, of the one whose heaven is His throne and the earth is His footstool, and He calls me His. പിന്നെ നമ്മൾ പറഞ്ഞു നാം ഫലം കഴിപ്പിനിടയെത്തി. നാം ദൈവവുമായി കണക്റ്റഡ് ആണെങ്കിൽ നാം ഫലം കഴിക്കും. And then we said that if we are connected with God, we will bear fruit. ദൈവവുമായി കണക്റ്റഡ് ആണെങ്കിൽ ദൈവിക സമാധാനം നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. If we are connected with Him, we will receive that divine peace. ഒരുപാട് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വെട്ടി ചുരുക്കി അങ്ങ് പറയുകയാണ്. Though there are many things to explain, I'm going to make it very concise. നിർഭാഗ്യവശാൽ പിശാചിന്റെ ഒരു തന്ത്രമാണ് നമ്മളെ ലോകവുമായി കണക്റ്റഡ് ആക്കും. But unfortunately, the enemy's primary goal is to connect us with the world. ദൈവ പിശാചിന് അറിയാം നാം കണക്റ്റഡ് ആയി നിന്നാൽ നാം എത്രത്തോളം വളരുമെന്നും ദൈവം നമ്മളെ ഏത് അളവിൽ ഉപയോഗിക്കുമെന്നും പിശാചിന് നന്നായിട്ട് അറിയാം. The enemy knows that if we remain connected with God, that we will grow, that we will go from grace to grace, and so he knows this. ഒന്ന് യോഹന്നാൻ 2:15 വായിച്ചാട്ടെ. 1 John chapter 2 verse 15. സ്നേഹിക്കരുത്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. We have been meditating on this passage through our Bible studies. ബുധനാഴ്ച വൈകിട്ട് ബൈബിൾ സ്റ്റഡി ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിനകത്തൊന്നും ഇട്ടിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ബുധനാഴ്ച വൈകിട്ട് എന്തുണ്ട്? ബൈബിൾ സ്റ്റഡി ഉണ്ട്. കേൾപ്പാൻ ചെവിയുള്ളവൻ വായിച്ചു. ഒന്നുകൂടെ വായിച്ചു. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ ദൈവവുമായി കണക്റ്റഡായി നിൽക്കുന്ന, ഫലം കഴിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവ മക്കളെന്ന് വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദൈവിക സമാധാനം അനുഭവിക്കുന്ന നമ്മൾ ഇങ്ങനെ സന്തോഷിച്ചു പോകുമ്പോൾ പിശാച് അടങ്ങിയിരിക്കത്തില്ല. എങ്ങനെയെങ്കിലും നിന്നെ ലോകവുമായി കണക്ട് ചെയ്യാൻ ഭയങ്കര സ്നേഹമാണ് ഈ ലോകത്തിൽ നിങ്ങളോടുള്ളത്. When you and I have a connection with God and somehow we are continuing in our spiritual journey, when we are continuing in our walk with Jesus, when we are hand in hand guided by the Holy Spirit, the enemy will not remain silent. He will not remain peaceful and calm, because his goal is to disconnect you from God and connect you with the things of this world. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. It says if anyone loves the world, the love of the Father is not in him. ദൈവവുമായി കണക്റ്റഡ് ആകണമെങ്കിൽ ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ സ്നേഹമകത്തുണ്ട്. And so if you must be connected with God, then there is a truth that you're filled with the love of the Father. പ്രാർത്ഥനയിലൂടെ, വചന ധ്യാനത്തിലൂടെ, ആരാധനയിലൂടെ, ഉപവാസത്തിലൂടെ ഒക്കെ നാം കണക്റ്റഡ് ആയി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമ്മുടെ അകത്ത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പിതാവിന്റെ സ്നേഹം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. When we are connected with God continually through prayer, through Bible meditation, through worship, through being in His presence, through fasting, through all of these things, what happens as an inadvertent effect is that you are filled with an overflow of His love. ഈ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് കാരണം ലോകത്തോട് നമുക്ക് അറ്റാച്ച്ഡ് ആകാൻ പറ്റത്തില്ല. And because of this overflow of love that comes from within you, you are unable to be connected with the things of this world. അവൻ എത്ര വശീകരിച്ചാലും മാടി വിളിച്ചാലും നമുക്കതൊന്നും തോന്നത്തില്ല. കാരണം അതിലും നല്ലത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും നല്ല സന്തോഷം, അതിലും നല്ല ആനന്ദം പിതാവിന്റെ സ്നേഹം മുഖാന്തരം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And so it doesn't matter how much the world tries to tempt you, how much the world tries to allure you, it will not succeed, because you have a greater love that is overflowing from within you.
Praise the Lord. Amen. Hallelujah. ഈ സ്നേഹം അതുകൊണ്ട് നിന്നെ ലോകവുമായി കണക്റ്റഡ് ആക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം നിറഞ്ഞു നിൽക്കുന്ന പിതാവിന്റെ സ്നേഹത്തെ പുറത്തു കളയണം. And so the first thing that you must do in order to be connected with God and to say no to the connection with the world is to have an overflow of the love of the Father within each one of you. Praise the Lord. ആ സ്നേഹം മാറിയാൽ നീ ലോകത്തെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. And so if that love starts to drain away from within you, you will begin to connect with the world. പരമ്പരത്തിൽ എന്തിനാ ഉപവാസം, എന്തിനാ പ്രാർത്ഥന, എന്തിനാ ആരാധനം, സഭായോഗത്തിന് പോണോ, വീട്ടിൽ ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല കുഞ്ഞ്. ഇതൊക്കെയാണ് നിന്റെ അകത്ത് രോഗം മാറിയില്ലെങ്കിലും നീ പ്രാർത്ഥിച്ച കുറെ വിഷയത്തിന് വിടുതലില്ലെങ്കിലും ഒരു കാര്യം ഓർത്തോണം, നീ കണക്റ്റഡ് ആകും തോറും നിന്റെ അകത്ത് നിറഞ്ഞു വരുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. അതാണ് നിന്റെ ജയമെന്ന് പറയുന്നത്. Dear children, I want to tell you today that many times we ask ourselves questions because the enemy tries to tempt us, the enemy tries to deceive us, and we are filled with questions like, is it necessary to pray all the time? Why do I need to read the Bible so much? Do I always need to go to the meetings? What's wrong if I skip one? Is it so bad? But the truth is that whenever these questions start to arise and you start to act in such a way, the enemy has won in your life and he's connecting you with the things of this world. ഏറ്റവും വലിയ ജയമെന്ന് പറയുന്നത് സൗഖ്യമാകുന്നതോ വഴി തുറക്കപ്പെടുന്നതോ അമിശ്രം പുതിയ മേഖലകളിലൂടെ കയറിപ്പോകുന്നതല്ല. ദൈവസ്നേഹം നഷ്ടപ്പെടാതെ നിനക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാ ഏറ്റവും വലിയ ജയമെന്ന് പറയുന്നത്. അമിശ്രം ഇന്ന് പകലക്കാലം പ്രിയരെ, ദൈവ സ്നേഹത്തിന്റെ അളവ് കുറയരുത്. ഒരു പെർസെന്റേജ് കുറഞ്ഞാൽ നീ ലോകവുമായി ബന്ധിക്കപ്പെടും. The greatest success, the greatest achievement that you can have is not to have some qualification, is not to get a promotion in your job, is not to get a pay rise, it's not to get the best results in your exams. Those things are not the best achievements that you can have. The greatest achievement is to live your life every single day without losing the love of the Father that is in you, without being connected to the world, but being connected to Him with the love that overflows from inside of you. ദൈവം വെറുക്കണമെങ്കിൽ, if you want to hate the things that God hates, പാപത്തെ ജയിക്കണമെങ്കിൽ, if you want to win over sin, ലോകത്തെ ജയിക്കണമെങ്കിൽ, if you want to overcome the world, പിതാവിന്റെ സ്നേഹം നിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കണം. you need the love of the Father filling you. എന്തിനാ ബൈബിൾ വായിക്കുന്നത്? Why do we read the word of God? എന്തിനാ ആരാധനയ്ക്ക് വരുന്നത്? Why do we come to worship? എന്തെങ്കിലും ഒരു താൽക്കാലിക വിടുതലല്ലേ എന്റെ അകത്ത് റീഫിൽ ചെയ്യണം, എന്റെ അകത്ത് ആ സ്നേഹം അല്പം കൂടെ നിറഞ്ഞ. കാരണം എന്താ? ഞാൻ മറ്റൊന്നിലോട്ട് കണക്റ്റഡ് ആകാതെ എന്റെ മരണം വരെ ദൈവവുമായി കണക്റ്റഡ് ആകണമെങ്കിൽ ഈ നിറമുണ്ടായേ പറ്റത്തുള്ളൂ. It is not so that you can receive some kind of temporary blessing. It's not so that you can have some kind of temporary material deliverance. It is so that you would be filled with the love of the Father, so that you would never lose the love of the Father that is within you, so that you would not be connected with the things of the world, but that you would be constantly connected with Him. ഈ ലോകം നിന്നെ മാടി വിളിക്കും. This world will try to allure you. പല ടെംപ്റ്റേഷൻ നിന്റെ മുൻപിൽ കടന്നു വരും. There will be many temptations that come before you. വീണു പോകരുത്. Do not fall. നീ ദൈവവുമായി കണക്റ്റഡ് ആയി നിന്നോണം. You must be connected with ആ God. കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാൻ വരുന്നത് നീ സെൻസ് ചെയ്യാൻ തയ്യാറാകണം. You must sense, you must discern when some power of the enemy tries to come to disconnect you from God. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവവുമായിട്ട് ചിലരെ റീകണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. That we are reconnected with God. പരിശുദ്ധാത്മാവ് എവിടെയോ അകന്നു പോയതിനെ എല്ലാം ആ ഗ്യാപ്പ് എല്ലാം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. That the Holy Spirit is trying to fill every gap, every breach in which we were disconnected with God. കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടെ നിങ്ങൾ കേൾക്കണം. എവിടെയെങ്കിലും നമ്മൾ പോലും അറിയാതെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത് ഫിൽ ചെയ്യും. ആ സ്നേഹം നിറയട്ടെ. എവിടെല്ലാം ലോകവുമായിട്ട് അറ്റാച്ച്ഡ് ആണോ അതിനെ ഡിറ്റാച്ച് ചെയ്യുന്ന ദൈവ സ്നേഹത്തിന് ഒരു നിറവ് ഇന്ന് പകലക്കാൽ നിന്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് നൽകി തരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. നിന്നെ ദൈവത്തിന് വേണം, നിന്നെ ദൈവത്തിന് വേണം, പൂർണ്ണമായി ദൈവത്തിന് നിന്നെ വേണം. Hallelujah. Understand it, children of God, that God wants to fill you, God wants to use you, so that connection needs to be established, it needs to be maintained with Him. ആമേൻ. ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ലേ അല്ല. The things of the flesh, hallelujah, the lust of the flesh, the lust of the eyes, the pride of life, these things are not from the Father. ആമേൻ. അതുമായിട്ട് കണക്ട് ചെയ്യാൻ പിശാച് ആഗ്രഹിക്കുന്നത്. That's what the enemy tries to connect
you നീ with. വീണ്ടെടുക്കപ്പെട്ടവനാ, ശരിയാ. Yes, you have been ആമേൻ, redeemed. നീ സ്നാനപ്പെട്ടത് ശരിയാ. Yes, you have been നീ baptized. സഭയ്ക്കകത്ത് വരുന്നത് ശരിയാ. Yes, you come to the church. ഒരവസരം കിട്ടിയാൽ നിന്നെ ലോകവുമായി ബന്ധിപ്പാൻ പിശാച് സർവശക്തിയോട് നിന്റെ പുറകെ ഉണ്ടെന്നുള്ളത് സഭ മറക്കരുത്. But dear church, do not forget that the enemy will take every opportunity to connect you with the world. ആമേൻ, ലോകവുമായി കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് ആമേൻ ഒരു വ്യാജ ഐഡന്റിറ്റി നമുക്ക് ലഭിക്കും. When we are connected with the world, what happens? We receive a false identity. ആമേൻ, നിങ്ങൾ എന്താണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതാണ് നിങ്ങൾ. നിങ്ങൾ എന്താണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതാണ് നിങ്ങളെന്ന് ലോകം പറയും. The world will tell you that whatever you have made your own, that is what you are. നിങ്ങൾ എന്താണ് നേടിയത് അതാണ് നിങ്ങൾ. The world will tell you that your identity lies in what you earn, what you achieve. ആളുകൾ നിങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണോ അതാണ് നിങ്ങളായിട്ട് മാറും. The world will tell you that what people say about you, that's your identity. ശരിക്കും പറഞ്ഞാൽ false ഐഡന്റിറ്റിയിൽ ജീവിക്കേണ്ടി വരും. And so you live your life in a false identity. ദൈവ വൈതലാണെന്ന് ലോകം പറയും, പക്ഷേ അകത്ത് നിനക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവനായി മാറും. And you will become one who does not have a connection with God. വിശ്വാസിയാണെന്ന് പേരുണ്ട്, പക്ഷെ ശരിക്കും നമ്മൾ ആരാ? ഹലോ, കേൾക്കുന്നുണ്ടോ? വിശ്വാസിയാണെന്ന്, മറ്റേ സഭയുടെ കൂടെ ജീവനുള്ളവനെന്ന്, പക്ഷെ നീ ആരാണ്? അപ്പോൾ നമ്മളെല്ലാവരും ജീവനുണ്ട്, ആത്മികനാണ്, ശുശ്രൂഷകനാണ്, വിശുദ്ധനാണെന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവന്റെ മുൻപിൽ പലപ്പോഴും ആമേ അതുപോലെ നിൽക്കാൻ കഴിയാതെ false ഐഡന്റിറ്റിയിൽ പിശാച് നിന്നെ ഇങ്ങനെ കൊണ്ടുപോകും. Yes, you may claim that you are a child of God. You may claim that you're a believer. You may claim that you are a church goer. You may say that you are in ministry. You're a worship leader or a preacher or a church member. It doesn't matter. You may claim all of these things. But in reality, you will realize, hallelujah, the one with eyes like, hallelujah, flames of fire, who perceives all things, will be able to recognize that those titles are just false facades. You're wearing a false identity. എല്ലാവരുടെ മുൻപിൽ നിങ്ങൾ പലരെയും തൃപ്തിപ്പെടുത്തുന്നവരായിട്ട് മാറും. You will end up being individuals who try to please the people around നീ you. ആത്മികനായിട്ട് അഭിനയിക്കരുത്. Don't act and pretend like a spiritual person. കൃപയുള്ളവനായിട്ട് അഭിനയിക്കരുത്. Don't ever pretend like one who has anointing. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഇന്ന് സഭയ്ക്കകത്തുള്ള ആത്മീയ കൂട്ടായ്മയുടെ വെല്ലുവിളികൾ വ്യാജ ഐഡന്റിറ്റിയിൽ നിന്നെ തൃപ്തനാക്കുവാനിടയായി തീരും. One of the greatest schemes of the enemy in the present day is trying to make you satisfied with false identities, not genuine reality, but giving you false identity. ആർക്കും അറിയത്തില്ല. Nobody knows. രഹസ്യ ജീവിതം ആർക്കും അറിയത്തില്ല. Nobody knows your private life. വീഴ്ചകൾ ആർക്കും അറിയത്തില്ല. Nobody knows your shortcomings. പോരായ്മകൾ ആർക്കും അറിയത്തില്ല. Nobody knows your faults. പക്ഷേ എവിടെയൊക്കെയോ നീ നല്ലതായിട്ട് നടക്കുകയാണ്. But somewhere, somehow, you're walking in a certain way. ഇതാണ് ലോകവുമായി കണക്ട് ചെയ്താൽ സംഭവിക്കുന്ന കാര്യം. This is what happens when you are connected with the world. കുഞ്ഞേ, അല്പായുസ് മാത്രമേ ഉള്ളൂ. Dear children, we have a short life. അവന് യഥാർത്ഥ ദൈവവൈതലായി തന്നെ ജീവിക്കണം. But we must live as true children of God. സ്നേഹം ഇല്ലെങ്കിലും സ്നേഹമുള്ളതായിട്ട് നമ്മൾ ജീവിക്കും. Even if, hallelujah, we don't have love, we'll pretend that we have love. ഇല്ലേ? സ്തോത്രം സഹകരിക്കാനോ സ്തോത്രം നമുക്ക് മാനസികമായിട്ട് അകന്നിരുന്നാലും നമ്മൾ ഭയങ്കര സ്നേഹമായിട്ട് എന്ത് ചെയ്യും? Even though we are not connected, even though we are not united in the spirit, when we see people, we will pretend and we will show it on our faces. Praise the Lord. ഇന്ന് പകൽക്കാലം പ്രിയരേ, ഈ ഒരു വ്യാജ ആത്മാവിനെ ആത്മാവിൽ ശാസിക്കണം. Dear children of God, we must rebuke this false spirit in the name of Jesus. Praise the Lord. Hallelujah. നീ ദൈവവൈതലായി തന്നെ ജീവിക്കണം. You must genuinely be a child of God. നിന്റെ ഒരു വേഷക്കെട്ടിന്റെ ആത്മാവ് വരുമ്പോൾ നീ ശാസിക്കണം. എന്തെങ്കിലും വിഷയം ദൈവമായിട്ടുണ്ടെങ്കിൽ നീ നിരപ്പ് പ്രാപിച്ചാൽ ആ സെക്കൻഡിൽ നിന്നെ നീതീകരിച്ച് നിന്നെ വിശുദ്ധീകരിപ്പാൻ ഉയരത്തെ കാൽവരി ചൊരിയപ്പെട്ട രക്തം നിനക്ക് തയ്യാറാണ്. എന്തിനു നീ വ്യാജത്തിൽ നടക്കുന്നു? നീ വിശുദ്ധനായി ജീവിക്കുക, നീ ആത്മികനായി ജീവിക്കുക. Dear children of God, the very moment you recognize a spirit of pretense that is coming upon you, trying to compel you to pretend to be something that you know that you are not, at that very moment, take an opportunity to pray and to say, Father, I need the blood of Christ that cleanses me from all sin to be poured out from the cross of Calvary, to take away and to rebuke every false pretense and to make me a genuine child of God. നമുക്ക് വ്യാജ ദൈവമക്കളെയല്ല വേണ്ടിയത്, യഥാർത്ഥ ദൈവമക്കളെ വേണ്ടിയത്.
The kingdom of God should not be filled with false, hallelujah, identity, false believers, but true children of God. നമ്മളെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. When we go to the airport, we have the security clearance. പെട്ടിയെല്ലാം കൊടുത്തു വിട്ടാൽ നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യും. After we check in all our luggage, they will start to check us. And they will ask us to stand like this. ഇവരുടെ ഡിറ്റക്ടർ കൊണ്ട് നമ്മളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. And they will use their equipment and they will come and check us over. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ പോക്കറ്റിനകത്ത് ഒരു 1 പൗണ്ടിന്റെ കോയിൻ ഉണ്ടായിരുന്നു. One of the times when I went, I had a 1 pound coin in my pocket. ഞാൻ എല്ലാം എടുത്തെന്നാ വിചാരിച്ചു. I thought I had taken everything that I need to remove. ധൃതി വെച്ചാണല്ലോ ഈ ചെയ്യുന്നതെല്ലാം കൂടെ. Because we're very rushed in that process. ബെൽറ്റും സാധനം എല്ലാം ഊരിക്കളയണം. They ask us to take everything off, belt and shoes and everything. ബെൽറ്റിന്റെ വലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവ ശ്രദ്ധിച്ചേ, ഇത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്തോണ്ടൊരു ബീപ്പ് സൗണ്ട് അടിച്ചു. As soon as they brought the detector, it started to beep. ഒന്നുമില്ലെങ്കിൽ ശബ്ദം കേട്ടപ്പോൾ എനിക്കൊരു തോന്നുന്നു വല്ലതും ഉണ്ടോ. Even though I knew I didn't have anything, I suddenly became doubtful. What did I bring? പോക്കറ്റിൽ എന്തോ കിടക്കുന്നെന്ന് ചോദിച്ചു. And so they asked me, what's that in your pocket? ഞാൻ എടുത്തപ്പോൾ 1 പൗണ്ട്. And I checked and it was a 1 pound അത് coin. ട്രേക്ക് അത് എടുത്തിട്ടു. And they put it in the tray. ഒരു ബീപ്പ് സൗണ്ടും ഇല്ലെന്ന് അവർക്ക് ഉറപ്പായാലേ അകത്തോട്ട് വിടത്തുള്ളൂ. Only when they are sure that there are no beeping noises, that nothing's being detected, that they will allow you to pass. ലഗേജ് എല്ലാം കയറ്റി വിട്ടു. All the luggage is gone. ഹാൻഡ് ബാഗും കയറ്റി വിട്ടു. Hand carries are gone. പക്ഷെ ഞാൻ എന്ന വ്യക്തിയെ കയറ്റി വിട്ടില്ല. But they didn't allow me to pass. വിസ ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. I have my visa, I have my ticket, I have everything. ഫ്ലൈറ്റ് റൈറ്റ് ടൈം ആണ്. I have come at the right time for my flight. പക്ഷെ ഈ സെക്യൂരിറ്റി ചെക്കിംഗ് പാസ് ആകണം. But I need to pass, I need to clear the security checking. ഉറപ്പ് വരുത്തിയാലേ കേട്ടത്തുള്ളൂ. Only if they're sure will they allow me to pass. 10 മണിക്കൂർ അങ്ങോട്ട് പോകുന്ന യാത്രയ്ക്ക് ഇത്രയും ചെക്കിംഗ് ഉണ്ടെങ്കിൽ, If there is this much hallelujah security clearance for a 10-hour journey, ഒരു വ്യാജനെ അങ്ങോട്ട് കേട്ടത്തില്ല. no false hallelujah, no false deceiver will be allowed to pass in that journey. എവിടെ എത്ര പ്രസംഗിച്ചാലും സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ട് കുഞ്ഞ്, നീ അവിടെ നിൽക്കത്തുള്ളൂ. ലഗേജ് കയറ്റി വിട്ടാലോ നിന്നെ കയറ്റി വിടത്തില്ല. വളരെ സൂക്ഷിച്ചോളൂ. വ്യാജത്തിന്റെ സകല ആത്മാവിനെയും ശാസിച്ചിട്ട് നീ യഥാർത്ഥ ദൈവവൈതലാകാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. Dear children of God, let me remind you, it doesn't matter how much you sing, it doesn't matter how much you preach. If you, hallelujah, if you are the owner, if you possess a spirit of false, hallelujah, identity, a spirit of pretense, then it doesn't matter what all you have managed to do or you have pretended, they will not, hallelujah, God will not allow you to pass. Even if your luggage is gone, your visa is ready, your ticket's ready, doesn't matter. When the call is sounded, you will not be taken if you are detected to have any kind of false identity. ഞാൻ ഒരു ചർച്ചിന്റെ ഒക്കെ വാതിക്ക് ഇതുപോലത്തെ ഒരു സിസ്റ്റം വെക്കണം. I was thinking to myself, we should have some kind of system like this at the entrance to our churches. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ സ്തോത്രം ഹൃദയത്തോടും വരാത്തതിന് പി അടിക്കണം. Red light കത്തണം. And I thought to myself that we should have a machine that we can put at the entrance so that everybody who passes in, you're only allowed to enter if you're coming with all of your heart, with all of your soul, with all of your mind, with all of your strength, and if you're not, then it should sound an alarm. നമ്മുടെ എൽഡേഴ്സിനെ വാതിക്ക് നിർത്തണം. And we should keep our elders as security guards. അവരോട് സോറി അവിടെ നിൽക്കാൻ പറയണം. And we should say sorry, you're not allowed to enter. അടുത്ത പക പിണക്കം ദോഷം വിദ്വേഷം ഉള്ളത് അതെന്ത് ചെയ്യണം? റെഡ് ലൈറ്റ് കത്തണം. ഈ ബീപ്പ് സൗണ്ട് അടിക്കുമ്പോൾ പറയണം, അവിടെ നോളാൻ പറയണം. When, hallelujah, it is identified, it is detected that there is any sort of grief, there is any malice, there is any negative, hallelujah, disunity amongst disharmony within your heart, the elders will say, sorry, we've detected this through the machine. You can't enter. There should be a complete scanning. If there is no unity, then this red light will show and they will be prevented entry. If husband and wife have disunity between them, there should be a red light. They should denied access. ചുരുക്കി പറയാൻ ഞാൻ പുറത്തുനിന്ന് സഭ നടത്തേണ്ടി വരും. Praise the Lord. In short, I worry that I perhaps might have to come outside to do the Sunday service. അകത്തൊരു ശേഷിപ്പും പുറത്തൊരു ഭൂരിപക്ഷവും. Because there's only a few people who come inside and everybody else is waiting outside. ഇങ്ങനൊന്നും സിസ്റ്റം വെക്കാത്തതായിട്ട് സ്തോത്രം പറഞ്ഞ്. Can we say thank you to Jesus that there's no such system? സിസ്റ്റം അവിടെ ഇല്ലെങ്കിലും അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്റെ സ്കാൻ കഴിഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയും, നമ്മളെ നാണം കെടുത്താത്തതിനായിട്ട് ഒന്നുള്ള സ്തോത്രം പറ. Hallelujah. Even though there is no kind of machine or no system, hallelujah, that there is no system that detects what's going on within your heart, understand that there is one who has eyes like flames of fire and he hallelujah discerns what is in your heart. He does not publicly humiliate you. Thank God for his grace and his mercy. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആത്മാവ് സന്തോഷിക്കട്ടെ.
ചെയ്യട്ടെന്നേ. As we gather together as Hallelujah. one, let the Holy Spirit be ആമേൻ, ആമേൻ. overjoyed. 24 മണിക്കൂറും സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധനെന്ന് അവിടെ ആരാധിക്കുമ്പോൾ ആ ആരാധന വിട്ടിട്ട് കുനിഞ്ഞു നോക്കുന്ന ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന വിശുദ്ധ ആരാധന ശമന. Even though there is the worship in heaven where the angels call out holy, holy, holy 24 hours, hallelujah, throughout eternity, there is a worship that takes place on earth where heaven, hallelujah, bends over to witness. അതുകൊണ്ട് പത്രോസ് സകല വ്യാജഭാവം അല്ലേ വ്യാജഭാവം നീങ്ങി പോകട്ടെ. And that's why we're reminded that all false pretenses, നമ്മുടെ സ്നേഹം സത്യമായ സ്നേഹമാകട്ടെ. that our love would be genuine, നമ്മുടെ ആരാധന സത്യത്തിന്റെ ആരാധനയാകട്ടെ. that our hallelujah worship would be true worship. ലോകവുമായി കണക്റ്റഡ് ആക്കിയിട്ട് അവൻ ക്രമീകരണം പ്രാപിക്കാതെ വിശുദ്ധീകരണം പ്രാപിക്കാതെ ഏറ്റുപറയാതെ പുറമെ ഒരു ആത്മികൻ അകത്ത് തന്നെ അനാത്മികനാക്കുന്ന ഈ വ്യാജ ആത്മാവിൽ നിന്ന് ദൈവജനം ജയമെടുത്തേ മതിയാകത്തുള്ളൂ. Only, hallelujah, when we are able to overcome all false pretenses, all false identities that the enemy tries to bring to us, only then would we be able to overcome in this world. അവൻ ദൈവവുമായി കണക്റ്റഡ് ആയിരുന്നു അനനിയാസും സഫീറയും. Ananias and Sapphira were connected with God. അവൻ ആദ്യ സഭയിലെ ഫസ്റ്റ് മെമ്പേഴ്സ് ആണ്. They were the first members of the first century church. വളരെ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയുള്ള ആരാധനയുള്ള കുടുംബമാണ്. They were a genuine family, very, very genuine, zealous, pious for God. അവൻ ദൈവസഭയ്ക്ക് എന്തെങ്കിലും കൊടുക്കാനും താല്പര്യമുള്ളവരാണ്. They were also a couple who wanted to give to God. അമ്മേ സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഒരേക്കർ സ്ഥലം അങ്ങ് വിറ്റു. And then as they were going in such fashion, they sold a plot of land that they had. പ്രൈസ് ദി ലോർഡ്. വിറ്റ് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല എമൗണ്ട് കിട്ടി. And when they sold that plot, they received more than they thought they would. അവൻ പതുക്കെ എന്തോലുമായിട്ട് കണക്ട് ആകാൻ തുടങ്ങി. And then what happened? They started to be connected with what? പെട്ടെന്നാണ് ഈ പണത്തോട് കണക്റ്റഡ് ആകാൻ തുടങ്ങിയത്. Very quickly, they were connected with the wealth. നോക്കിയ പത്രോസിന്റെ ഒക്കെ ദൈവമക്കളാ. They are children of God who were led by Peter. എന്നോ ശക്തമായ ഉപദേശവും ശുശ്രൂഷയും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവര്. Just imagine what kind of ministry, what kind of spiritual edification they would have received from Peter. അവൻ പെട്ടെന്നാണ് അവൻ പ്രതീക്ഷിച്ചതിനൊക്കെ നല്ലൊരു എമൗണ്ട് കൈ കിട്ടിയത്. But all of a sudden they received something more than they had expected. അവൻ അവിടെ അങ്ങ് കുടുങ്ങിപ്പോയി. And they were ensnared in that problem. അവൻ സ്തോത്രം അവിടെ കണക്ട് ആയപ്പോൾ അവർ അറിഞ്ഞില്ല ദൈവവുമായിട്ട് ഡിസ്കണക്ട് ആയത്. And when they were connected with that, they didn't realize they were disconnected with God. അവൻ കാപട്യത്തിലോട്ട് കടന്നു വന്നു. And they came forward with deception. അവൻ അച്ഛൻ ആദ്യം വന്നിട്ട് പൈസ ഒക്കെ കൊണ്ടെന്ത് ചെയ്തു. ഇന്നത്തെ ഭാഷമാർക്ക് പൈസ മതി എത്ര ഉണ്ടേലും. പക്ഷെ ആത്മാവ് വിവേചിച്ചിട്ട് പത്രോസ് പറഞ്ഞു ഇത്രയ്ക്കാണോ നിലം. ഈ വന്നപ്പോളെ ആത്മാവിന് മനസ്സിലായി ഈ കയറി വരുന്നത് ഇന്നലെ പ്രാർത്ഥിച്ച ആശീർവാദം വിട്ട അനനിയാസ് ബ്രദർ അല്ല, വ്യാജനാണിപ്പം. ഇങ്ങനെ കാണും നമുക്കൊക്കെ വെളിപ്പെട്ടുള്ള അവസ്ഥ എന്ന് ഓർത്ത് നോക്കി. See here, Ananias, this brother, having sold the plot, he came to the sanctuary. He came to Apostle Peter with the bag of coins or whatever it might have been that he had. And see, today's servants of God, they'll accept whatever they get. They don't have any issues with that. They'll take what you give. But there we see Apostle Peter, who has a spirit of discernment and recognizes that this Ananias who's coming in is not the Ananias who left yesterday after the benediction. This is one who has a spirit of pretense, a spirit of false identity. എന്ത് ഭംഗിയായിട്ട് അഭിനയിച്ച്. He tried to deceive. ആരും ഉറങ്ങല്ലേ കേട്ടോ. ഞാൻ ദൈവമായിട്ട് കണക്ട് ആകുമ്പോൾ നിങ്ങൾ തന്നെ ഇന്ന് കണക്ട് ആയിക്കൊണ്ടിരിക്കരുത്. സമയം ഓടിപ്പോകുകയാ. ശ്രദ്ധിച്ച് എന്ത് ഭംഗിയായിട്ട് അഭിനയിച്ച്. Notice how he marvelously pretended, he acted in front of ഇത്രയ്ക്കാണോ വിറ്റ്. Apostle Peter. ഇത്രയ്ക്കാണോ വിറ്റ്. Peter asked him, is this how much you sold the land for? എൻ്റെ മാസ്റ്ററെ കിട്ടിയത് മുഴുവൻ ഞാൻ എന്ത് ചെയ്തു. ഫീസ് അടയ്ക്കണമായിരുന്നു, പലതും ചെയ്യേണ്ടവർ. പക്ഷെങ്കിൽ ദൈവസ്നേഹം നിമിത്തം സഭയെ ഓർത്തപ്പോൾ എന്ത് ചെയ്തു. ഒന്നും എടുക്കാൻ തോന്നിയില്ല. മുഴുവൻ വിശുദ്ധമായ കള്ളം അല്ലേ. Dear pastor, it's everything that we received for this plot of land. We had the fees, we had the rent, we had all of these other things that we needed to attend to, but we didn't even take one penny from the amount that we received because of our love for the church, because of our love for the ministry. We brought everything that we received and we've placed it at your feet. False identity ഒന്ന് പറയാൻ ഞാൻ ഇത്രയും കൊണ്ടുവരുന്നു. The reason I'm explaining this story is just to make you realize the importance, the significance of this spirit of deception. ദൈവവുമായി കണക്റ്റഡ് ആയപ്പോൾ സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു.
when, hallelujah, they were connected with God, it was a blessing for the church. നിന്റെ പണമല്ല വേണ്ടത്, നിന്നെയാണ് ദൈവത്തിന് ആവശ്യം. It's not your finances that God wants you. അമ്മ സത്യസന്ധമായ വിശുദ്ധമായ ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുമ്പ് കുറ്റമറ്റ മനസ്സാക്ഷി നിൽക്കുന്ന 10 പേര് സഭയ്ക്കകത്തുണ്ട്. അവരിലൂടെയാണ് ദൈവത്തിന് വൻ കാര്യം ചെയ്യാനുള്ളത്. ഫോൾസ് ഐഡന്റിറ്റിയിൽ നീ ജീവിപ്പാൻ നിന്നെ തന്നെ വിട്ടു കൊടുക്കരുത് കുഞ്ഞേ. God is not looking for a lot of people. He's looking for very few who are genuine, who are true, who are, hallelujah, uncompromising in their relationship, in their connection with Him. But if you are filled with a false identity, if you are filled with a spirit of deception, God is not looking to, hallelujah, for your allegiance. അതിന്റെ പുറകെ സിസ്റ്റർ സഫീറയും കടന്നു വന്നു. And then shortly after, we see Sister Sapphira also comes. അത് അതിലും വലിയ കള്ളിയാ. And she's an even bigger drama queen. അച്ഛൻ ഈ പരുവത്തിൽ ആക്കി വിട്ടതാരാ? Who prepared Ananias, gave him the brief before he came. രണ്ടും കൂടെ ഒന്നിച്ച് വന്നായിരുന്നെങ്കിൽ ഒരു പാട്ട് പാടി ഒന്നിച്ചൊരു കുഴിക്കകത്ത് ഇടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? രണ്ടായിട്ട് വന്നു. അവളും എന്റെ പൊന്നു കൂടപ്പറപ്പേ ഈ കള്ളം പറയരുത്. See, Sister Sapphira also came with the same spirit of deception, having agreed with her husband. Dear children of God, we should never submit to the spirit of deception. ഒത്തിരി ഒന്നും ഞാൻ ചുരുക്കി പറഞ്ഞാൽ അമിശ്വരൻ ദൈവസഭയെ സ്നേഹിച്ചതാ. പക്ഷെങ്കിൽ രണ്ടെണ്ണത്തിന്റെ അവസാനം കർത്താവ് പറഞ്ഞു കൂടുതലൊന്നും ഒത്തിരി സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ സ്നേഹിക്കരുത്, അതുകൊണ്ട് അവിടെ കിടക്കട്ടെന്ന് ഒരു കുഴി കുഴിച്ച് രണ്ടിനെയും കൊണ്ട് എന്ത് ചെയ്തു? See, these are individuals who love the church. They were part of the church. They were standing strong for the ministry, but God noticed that they were overcome with a spirit of deception, and God said, "This is the act of judgment that comes against those who are infiltrated by a spirit of deception." And they both fell dead at the feet of Apostle ആമേൻ. Peter. കൃപായുഗമായതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് എവിടെയോ കരുണയുടെ കരം നീട്ടുന്നത് കൊണ്ട് നാം ഒക്കെ ഇന്ന് ഇവിടെ ഇരിക്കുകയാണ് കുഞ്ഞേ. അവൻ ജീവനുള്ള കാലത്തോളം നീ വിശ്വസ്തനായിരിക്കണം, നീ വിശ്വസ്തയായിരിക്കണം. ഒരു വ്യാജ ഭാവവും നിന്റെ ജീവിതത്തെ കാണരുത്. നീ ദൈവവുമായി കണക്റ്റഡ് ആകാൻ ആത്മാബുദ്ധി ഉപദേശിക്കുകയാണ്. We thank the Lord because we live in the period of grace, because we live in the age of grace. He is not calling us out and commanding judgment over our every shortcoming and failure and mistake. But dear child of God, let me remind you, this is not a license for sin. It is a, hallelujah, a motivation that we should draw with greater connection with God. We should never be overcome by a spirit of deception, but to allow the spirit of truth to reign in our hearts and minds. ആമേൻ. ഇസ്രായേലിന്റെ രാജാവായ ശൗൽ അധികാരത്തിനും അംഗീകാരത്തിനും പുറകെ പോയി ദൈവവുമായി ഡിസ്കണക്റ്റഡ് ആയി ലോകവുമായി കണക്റ്റഡ് ആകാനിടയായി തീർന്നു. We notice Saul, the first king of Israel, he went chasing after authority and acceptance, and instead of being connected with God, he found himself connected with the world. പത്രോസിനെ നോക്കിയ ഭയം വന്നപ്പോൾ, പേടി വന്നപ്പോൾ അവൻ തുറന്നു പറഞ്ഞു, എനിക്ക് ഇവനെ അറിയത്തേയില്ല. We notice Apostle Peter, when he was filled with fear, when he was filled with dread, when he was filled with the possibility that he would also be persecuted, he opened his mouth and said, I don't even know him. അവൻ പത്രോസിന്റെ ഐഡന്റിറ്റി പ്രതിസന്ധി പരിശ്രമിപ്പാൻ പുനഃസ്ഥാപിക്കപ്പെടുവാൻ കർത്താവ് ദയ തോന്നി കരുണ തോന്നി നീട്ടിയ കരമാണ് വീണ്ടും അവനെ തിരിച്ച് ആ പദവിയിലോട്ട് കൊണ്ടുവന്നത്. It is the hand of grace, the hand of mercy that Jesus extended to Peter that allowed him to step up from, hallelujah, the place where he had fallen, to reinstate him in his relationship with അവൻ ഇന്ന് him. പകൽക്കാലം അതേ ദൈവത്തിന്റെ കരം ഇവിടെ നീട്ടുന്നുണ്ട് കേട്ടോ. See, let me tell you this morning, the hand of God, the hand of Jesus is being extended to many people here നിന്നെ today. ദൈവമകൻ എന്ന പദവിയിൽ നിന്ന് എവിടെയൊക്കെയോ അവൻ നിന്നെ അകറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പത്രോസിനെ തിരിച്ചു കൊണ്ടതുപോലെ ആ സ്നേഹത്തിന്റെ കരം ആരോടൊക്കെ ഇടപെടുകയാണ്. ഇന്ന് പകൽക്കാലം റീകണക്ട് ആകാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഓരോ വ്യാജവും നിനക്ക് വേണ്ട. നീ ഒരു യഥാർത്ഥ ദൈവമായി തീരാൻ കുടുംബത്തിനകത്ത്, കുടുംബജീവിതത്തിനകത്ത്, നിന്റെ ജോലിയിൽ, ദൈവസഭയിൽ കുഞ്ഞ് നീ ഒരു വിശ്വസ്തനാകാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. The Spirit of God compels and prompts you this morning as you are hearing the word of God. If you feel that conviction in the Spirit, please surrender yourself to Him, understanding that He does not want you to remain with a spirit of deception. He does not want you to remain with a spirit of false pretense, wearing a facade wherever
you go, but to be genuine, to have a genuine relationship, to have it to be an open book before the presence of God. ആമേൻ. ലോകവുമായി കണക്റ്റഡ് ആകുമ്പോൾ നാം ദൈവഹിതമല്ലാത്ത ഫലം പുറപ്പെടുവിക്കും. When we are connected with the world, we start to produce fruit that is not in accordance with തിരുവെടുത്തോളം Scripture. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. And we're able to recognize, hallelujah, whatever fruit they produce, that is, hallelujah, where their roots are. ഇന്ന് പകൽക്കാലം ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വാ പ്രസ്താവിക്കുന്നത്. Hallelujah, whatever our hearts are filled with, whatever overflows from within our minds, that is what is spoken through our ഞാൻ ഈ mouths. ദൂത് പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ വാസ്തവമായി അല്പം കൂടെ ഒന്നുകൂടെ ആ ബന്ധം ഒന്നുകൂടെ കണക്റ്റഡ് ആകുവാൻ നിങ്ങൾ ഇരുപ്പിട്ട് പ്രാർത്ഥിച്ചോണം. ഇങ്ങനെ പോയാ പോരാ, ഇങ്ങനെ ആരാധിച്ചാ പോരാ. കർത്താവേ ആ ദൈവിക ബന്ധത്തിൽ എവിടെയെങ്കിലും അകന്നിട്ടുണ്ടെങ്കിൽ ഈ വചന ശുശ്രൂഷ തീരുന്നതിന് മുൻപ് എനിക്ക് ആ ബന്ധം സ്ഥാപിച്ചു മടങ്ങി പോകണം. As I speak this message, hallelujah, this Holy Spirit wants to deal with aspects of your life, with the areas in your life that you've been trying to hide, the areas of your life that have been, hallelujah, under this cover. But the Spirit of the Lord says these things need to be, hallelujah, be open before the Lord. You need to be genuine, not, hallelujah, full of false pretenses and deception, trying to trick the people around you, but to be genuine in your relationship with Him. ആമേൻ. ലോകവുമായി കണക്റ്റഡ് ആകുമ്പോൾ അത് തരുന്ന സന്തോഷം, സമാധാനം, രസം അതൊക്കെ താൽക്കാലികമാണ്. അതൊക്കെ വളരെ കുറച്ച സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം തരുന്നത് അത് നിത്യമാണ്, നിത്യതയോളം നിലനിൽക്കുന്നതാണ്. The happiness that this world can offer, when you are connected with this world, the exhilaration, the excitement, the hallelujah, the temporary happiness. Remember, all of these things are passing, they are fleeting, they do not, hallelujah, remain, they are not permanent. But the joy of the Lord, it is Hallelujah. everlasting. ലോകത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം ഈ ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെയാ. See, hallelujah, all of the things that the world has to offer, it is like, hallelujah, drinking salt water. അവൻ കുടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആണെന്ന് തോന്നും, പക്ഷെ കുടിക്കും തോറും ദാഹം തീരത്തില്ല. ഇത് ദാഹിച്ചുകൊണ്ടേയിരിക്കും. See, you look at this glass of salt water and you think, oh my gosh, it's going to quench my thirst. It looks so tantalizing, it looks so good, hallelujah, to my thirsty soul. But you take a gulp of it and it does not satisfy your thirst. It makes you even thirstier, it makes you want even more. ആമേൻ. യേശു പറഞ്ഞു ഞാൻ കൊടുക്കുന്ന വെള്ളം, But Jesus says, അവൻ കുടിക്കുന്ന ഒരു നാളും ദാഹിച്ചു പോകയില്ല. drink from me, I will give you living water, you will never thirst. എന്നിൽ വിശ്വസിച്ച ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകാനിടയായി തീരും. From those, hallelujah, from those who believe in me, out of their, hallelujah, bellies will flow living waters. ദൈവവുമായി കണക്റ്റഡ് ആണെങ്കിൽ, If you are connected with God, ക്ഷീണിക്കുമ്പോൾ, when you are weary, തളർന്നു പോകുമ്പോൾ, when you grow tired, ചില വിഷയത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയാതെ ശക്തി ചോർന്നു പോകുമ്പോൾ, when your weight, hallelujah, when your strength starts to drain, നിന്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു ജീവജലത്തിന്റെ ശക്തി ഉണ്ടെന്ന്. there is, hallelujah, a stream that starts to flow from within you, a well of strength, hallelujah, that is within you. നിന്നെ ബലപ്പെടുത്തി, നിന്നെ ശക്തീകരിച്ച്, നിന്റെ മുറിവിനെ ഉണക്കി, നിന്നെ അധികാരത്തോടെ നിർത്താൻ നിന്റെ അകത്ത് പൊങ്ങി വരുന്ന ജീവജലത്തിന്റെ നദിയുണ്ട്. Rivers of living water that flow from within you, that strengthen you in your weakness, that give you courage, hallelujah, when you grow tired. ഇന്ന് പകൽക്കാലം യൗവനക്കാരെ സഹോദരങ്ങളെ ദൈവവുമായി കണക്ട് ആകാൻ ആത്മബുദ്ധി ഉപദേശിക്കുകയാണ്. Dear children of God, dear young people, the Holy Spirit advises you today, grants you this wisdom that you should be connected with God. പരിശുദ്ധാത്മാവിന്റെ ആ ജീവജലത്തിന്റെ നദി നിന്റെ മേൽ ഒഴുകിയേ മതിയാകത്തുള്ളൂ. You must, hallelujah, experience the flow of the river of the Holy Spirit in your life. അവന്റെ പ്രശ്നത്തിന്റെ പരിഹാരം വഴി തുറക്കുന്നതല്ല, സൗഖ്യമാകുന്നതല്ല, ദൈവവുമായി കണക്ട് ആകുക, അവനിൽ നിന്ന് ഒഴുകുന്ന ഒരു ആത്മാവിന്റെ പകർച്ച നിനക്ക് ആവശ്യമാണ്. The purpose, hallelujah, of your life should be this. Your primary goal should be that you are connected with God, not with the things of this world, that you would not be distracted, but even when the challenges come, that you are guided by Him. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, In the powerful name of Jesus. ഇന്ന് പകൽ ആത്മാവിലാണ് ഞാൻ ഈ ദൂത് കൽപ്പിക്കുന്നത്. It is in the Spirit that I proclaim this message today. അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം മാറിയ മതിയാകത്തുള്ളൂ. That deserted areas of your life would be transformed. ഉണങ്ങിയ അനുഭവങ്ങൾ മാറിയ മതിയാകത്തുള്ളൂ. That the barren areas of your life would be changed. പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാറിയിട്ട് കാലങ്ങളായി. How long has it been since your prayer life has been empty? അവന്റെ ആഴത്തിലോട്ട് ഇറങ്ങിയിട്ട് മാസങ്ങളായെന്ന്. Has it been months since you were able to offer genuine worship? പേരിന് ദൈവവിധലായി ജീവിക്കുകയാണ്. You're just living as a namesake Christian. ഇന്ന് പകൽക്കാലം ആദ്യം അടിച്ചിട്ടിട്ട് ആത്മനദിക്കകത്ത് കയറി ആ നദിയിൽ നിന്ന് വാരി കുടിക്കുവാൻ ദൈവ
ദൈവാത്മ ആഹ്വാനം The ചെയ്യുകയാണ്. Holy Spirit wishes to encourage you, Huda to mana compel you bachasiyata. to leave behind all false Hadaga mana pretenses, to gadagashasiyata. leave behind all of this Hattura false vaida mana identity, gadagashasiyata. and to step into a genuine relationship with Him. ആമേൻ. കണക്ട് ആകുന്നവരിലേക്ക് ഇത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പകർന്നുകൊണ്ടിരിക്കുകയാണ്. The Holy Spirit wishes to, hallelujah, hand this over to those of you who are connected with Him today. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ജീവജലത്തിന് നദി ഇന്ന് പകൽക്കാലത്തിനകത്തോട് ഒഴുകട്ടെ. വരണ്ട അനുഭവങ്ങൾ മാറട്ടെ. മുരടിച്ച അനുഭവങ്ങൾ മാറട്ടെ. ക്ഷീണിച്ച അനുഭവങ്ങൾ മാറട്ടെ. ഒരു breakthrough ആത്മബലത്തിൽ സംഭവിക്കട്ടെ. False pretenses be rebuked in the name of Jesus. Every false identity, every lie, every deception of the enemy to be rebuked in the name of Jesus, to be overcome by a spirit of truth, to be overcome, hallelujah, by the Spirit of God, to receive divine, hallelujah, guidance, to receive divine wisdom. Hallelujah. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിട്ടുകൊടുക്കാമെങ്കിൽ ചിലത് ദൈവം ഡിസ്കണക്ട് ചെയ്യും, ചില മകളെ പരിശുദ്ധാത്മ റീകണക്ട് ചെയ്യും. If you're able to submit this morning into the hands of God, the Holy Spirit will take it upon Himself to disconnect you with certain things and to reconnect you with God. എങ്ങനെ ദൈവവുമായിട്ടുള്ള കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും? In such way, if we are able to strengthen our ഒരു connection 5-10 with Him, മിനിറ്റ് പ്രാർത്ഥനയോടെ ഇരിക്കണം. I want you to remain in prayer just for a short time. ആമേൻ. ഹല്ലേലൂയ. ഒരു വിഷയം നിങ്ങളുടെ മുൻപിൽ കടന്നു വരുമ്പോൾ, ഒരു പ്രതിസന്ധി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുമ്പോൾ, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, നിങ്ങൾ ആരുമായിട്ടാണ് കണക്റ്റഡ് ആകുന്നത്? When a problem comes before you, when you're faced with a challenge, as I asked earlier, who do you connect with? Check your heart signal. Amen. ആദ്യം ഹൃദയം ആത്മാവ് നയിക്കുന്ന എങ്ങോട്ടാണ്, ബുദ്ധി നയിക്കുന്ന എങ്ങോട്ടാണ്? പ്രാർത്ഥിക്കണം, കരയണം. ദൈവമേ, അതോ നീ തന്നെ ആ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്? Is it, hallelujah, that you go into the presence of the Lord, seeking His guidance, seeking the whisper of the Holy Spirit guiding you according to the path that you should take, or do you lean on your own understanding Amen. and choose your own path? ഏത് വിഷയമാണേലും ആദ്യം ദൈവത്തോട് ആ വിഷയം പറ. Whatever your problem might be, whatever the challenge you face, go primarily to എനിക്ക് God. സഹിക്കാൻ പറ്റുന്നില്ല. Tell Him, Lord, I cannot bear this any എനിക്ക് longer. തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. Father, I cannot handle this on my own. പക്ഷെ ഞാൻ നിന്റെ വകയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. But I know that I belong to you. അങ്ങയുടെ അപ്പനാണ്. I know that you are my dad. ഒരു വിടുതൽ ഈ വിഷയത്തിൽ സംഭവിക്കണമേ. I need a deliverance in this matter. എനിക്ക് മുൻപോട്ട് പോകാൻ ഒരു ആലോചന പകരണമേ. Father, I need your guidance. I need your counsel to move നിന്റെ forward. പ്രശ്നം, നിന്റെ വെല്ലുവിളി, നിന്റെ പ്രതിസന്ധികൾ നിന്നെ ദൈവവുമായി കണക്റ്റഡ് ആക്കട്ടെ. Your problems, your challenges, the taunts of the enemy that come up against you, let those be, hallelujah, the situations that connect you with God. എല്ലാ ദിവസവും ഒരു പുതുക്കം ഉണ്ടായിരിക്കണം. Every day that we would have a renewal. ദൈവവുമായിട്ടുള്ള ബന്ധം സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും പുതുക്കം ഉണ്ടായിരിക്കണം. We need to have a renewal every day in order to be strengthening our connection with Him. 3 കാര്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം. 3 things we need to പ്രാർത്ഥന, pay attention to: prayer, ദൈവവചനത്തിന്റെ ധ്യാനം, meditation of the word, and worship. പ്രാർത്ഥന, വചനം, ആരാധന. Prayer, meditation of the word of God, and worship. ഇത് നിന്നെ ദൈവവുമായി കണക്ട് ചെയ്ത് നിർത്തുമെന്ന്. These are the things that connect you with God. പരിശുദ്ധാത്മാവിന്റെ ദൈവാത്മാവിന്റെ കരവിന്ന് പകരക്കാലം ഈ ആലയത്തിന് ആത്മാവിൽ കാണുന്നുണ്ട് കേട്ടോ. ചിലതിനെ ദൈവാത്മാവ് കണക്ട് ചെയ്യുകയാണ്, ചിലതിനെ ദൈവം വലിച്ചെടുപ്പിക്കുന്നത് ആത്മാവിന്റെ പകരക്കാലം വെളിപ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥനയെ ബന്ധിച്ച ആ ബന്ധനം ആത്മാവ് അഴിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരോ. Amen, hallelujah, that the power of the Holy Spirit would rest upon you, that the hallelujah, that the purpose of God, that the plan of God would be revealed in your life, such that the things of the enemy that try to hold you back, that try to deceive you, would be broken, and that you would be brought into a connection with Him. ചില സ്വഭാവങ്ങൾ, ചില വേൾഡ് ഇൻഫ്ലുവൻസുകൾ, ദൈവവിധമല്ലാത്ത ബന്ധങ്ങൾ, ഇവയിൽ നിന്ന് ദൈവം തന്നെ ഡിസ്കണക്ട് ചെയ്യും.
God wishes to disconnect you from the things that are contrary to the word of God, the habits, the attitudes, the behaviors that are not in line with the word of God, with God's plan over your life. എന്തിനറിയാവോ? നിന്നെ റീകണക്ട് ചെയ്യാനായിട്ട്. Do you know why he does that? So that you would be reconnected. ഈ മിസ്രൈമിൽ വെച്ച് അല്ല, മിദ്യാനിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് ദൗത്യം കൊടുക്കുന്നതിന് മുൻപ് ആ മിദ്യാനിലെ ബന്ധം ദൈവം അങ്ങ് ഡിസ്കണക്ട് ചെയ്തു. See, before God gives, hallelujah, the plan, the responsibility in the land of Midian, the first thing that happened was that they were disconnected in their relationship with them. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? Do you understand what I'm ഒരു saying? വലിയ ദൗത്യമാണ് ദൈവം കൊണ്ടുവന്നത്. It was a great, hallelujah, responsibility that ആമേൻ. God had ഒരു handed ജനത്തെ over. മുഴുവൻ പുറത്തു കൊണ്ടുവരുന്ന നിയോഗമാണുള്ളത്. It was a thing. It was a plan to bring the people out. പക്ഷെ ആദ്യം ചെയ്തത് 40 വർഷത്തെ ബന്ധത്തെ ആ കത്തുന്ന മുൾപടർപ്പിനകത്ത് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം അവിടെ ബ്രേക്ക് ചെയ്യാനിടയായി തീർന്നു. But hallelujah, there was a break in that relationship that was taking place for 40 years as soon as hallelujah he came and revealed himself in the burning bush. എത്ര പഴക്കമുള്ളതാണെങ്കിലും നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞാലും നീ എവിടെയൊക്കെ കുടുങ്ങിക്കിടന്നാലും മനസ്സ് വെക്കാൻ തയ്യാറായാൽ, ഇന്ന് പകൽക്കാലം വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, അവൻ ദൈവവുമായി കണക്ട് ചെയ്യേണ്ടതിന്, ദൈവിക ദൗത്യത്തിലോട്ട് നിന്നെ മടക്കി വരുത്തേണ്ടതിന് ഇന്ന് പകൽക്കാലം ചിലതിനെ ആത്മാവ് ഡിസ്കണക്ട് ചെയ്യുകയാണ്. It doesn't matter where you have gone and hidden away. It doesn't matter where you've curled up and hidden in a corner. If the Holy Spirit has seen you, if the Holy Spirit wishes to use you, he will disconnect you from the things that are contrary to God and reconnect you with the things of the Holy Ghost. ആമേൻ. അറിവ് വെച്ച സമയം മുതൽ പത്രോസും യാക്കോബും യോഹന്നാനുമെല്ലാം കടലും വലയും പടവുമായി കണക്റ്റഡ് ആയിരുന്നു. Notice, hallelujah, Peter, Andrew, James, John, these were young men, hallelujah, from the moment that they could remember from their days as a young boys, they were connected with the boat and the fish and the net. ദൈവത്തിന്റെ ഇടപെടൽ വന്നു കഴിഞ്ഞപ്പോൾ, But when, hallelujah, the intervention of God was manifest, മത്സ്യത്തിലെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നുള്ള ദൗത്യം വന്നു കഴിഞ്ഞപ്പോൾ, when Jesus handed over to them this revelation that the plan of God is for them not to be fishermen but to be fishers of men. അധികാരം കൊടുക്കുന്നതിന് മുൻപ് വേർതിരിക്കുന്ന ആദ്യം ചെയ്തത് കടലും വലയും പടകുമുള്ള ബന്ധത്തെ ദൈവം ഡിസ്കണക്ട് ചെയ്തു. Before he handed over authority, before he handed over responsibility, before he handed over the anointing, the first thing that happened was that the connection was broken. ഇന്ന് വലിയ ദൗത്യം നിന്റെ മേലുണ്ട്. There is a great ഒരു plan, വലിയ വിളി നിന്റെ മേലുണ്ടെന്ന്. a great purpose upon your ഒരു life, വലിയ ദൈവത്തിന്റെ പ്ലാൻ നിന്റെ മേലുണ്ട്. a great plan of God upon you. അതിന് ആദ്യം ദൈവത്തിന്റെ യാതോ ചിലതിനെ ദൈവം കട്ട് ചെയ്യും. And the first thing that God does is cut certain things from your life. പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച്. Could you pray? Could you pray? നിനക്ക് കഴിഞ്ഞ 40 വർഷമായാലും നിന്റെ ജനനം മുതലുള്ള നിന്റെ വിഷയമാണല്ലോ, എന്താണോ ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതിയിലോട്ട് നിനക്ക് കയറി വരാൻ കഴിയാത്തത് ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. ചിലത് നിനക്ക് വേണ്ട ദൈവം ചിലതിനെ ആറാത്തു മുറിച്ചിട്ട് ദൈവ നിയോഗത്തിലോട്ട് നിന്നെ മടക്കി വിളിക്കുകയാണ്. Notice, dear children of God, that he has a plan over your life. He has a purpose, hallelujah, for you. Even if from the moment you were born, even if from the moment that you can remember, you were connected with these things, God says, my plan for you is higher, my purpose for you is greater. I will disconnect you from the things that are contrary. I will cut off those things that you no longer need in your life. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നുണ്ടെന്ന് പകലിൽ. Could you just pray to God for a moment? ദൈവത്തിന്റെ The ആത്മാവ് Holy Spirit is ഉള്ളത്തോടെ touching you. The ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. Holy Spirit deals with your heart today. അവൻ വിശുദ്ധീകരിക്കപ്പെട്ട നീ, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നീ, ദൈവത്തിന്റെ വകയാണ്ട നീ, ദൈവ ശബ്ദമാകേണ്ട നീ, അഭിഷേകത്തെ നിറയപ്പെടേണ്ട നീ, ദൈവത്തിന്റെ നാവായി തീരേണ്ട നീ, എവിടെയൊക്കെ കുടുങ്ങി കിടക്കുമ്പോൾ ഇന്ന് പകൽക്കാല ചിലതിന് ദൈവാത്മാവ് ഡിസ്കണക്ട് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്നെ ദൈവവുമായിട്ട് ഒട്ടിക്കുകയാണ്, ദൈവവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്.
You who are called to be the voice of God. You who are called to be, hallelujah, the hands and the feet of God. You who are called to be the anointed one. You who are called with a great plan. You who are called with a purpose. You who are seen by God. Who are established to be, hallelujah, useful for Him in this nation, in this, hallelujah, in this place where you have been put. God is saying, I want to disconnect you from the things of this world and reconnect you with my plan. Reconnect you with my purpose. ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. കുഞ്ഞേ, നിന്നെ ദൈവവുമായി കണക്ട് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിന്നിൽ വെളിപ്പെടേണ്ട ശുശ്രൂഷ, നിന്നിൽ വെളിപ്പെടേണ്ട ദൈവ പദ്ധതി ആത്മാവ് കണ്ട് ഇന്ന് പകലിൽ നിന്നെ ഒന്നൂടെ to be reconnected with God, to be reconnected with God. The Holy Spirit has seen you to disconnect you from the things of this world, to disconnect you from the plans of the enemy, and to reconnect you with His plan, with His great and divine purpose. അൺവാണ്ടഡ് ആയിട്ടുള്ളതെല്ലാം കർത്താവ് കട്ടിയെടുന്ന് വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവ് ഇന്നിപ്പോൾ എന്നെ ഏൽപ്പിക്കുകയാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ളതെല്ലാം കർത്താവ് ഞാൻ സമ്മതിക്കുകയാണ്. ഇന്ന് പകലൊക്കെ കട്ട് ചെയ്യണമേ, ഇന്ന് പകൽ എന്നെ അറത്ത് മുറിക്കണമേ. When the Holy Spirit wants to disconnect you from every unwanted thing, from every unwanted relationship, from every unnecessary thing that draws you away from God, not closer to your plan and purpose, but draws you into sin, that draws you into, hallelujah, communion with darkness. The Holy Spirit says, I want to cut it off from your life. It may not be pleasant, it may not be nice, but it is necessary for your spiritual growth. The Holy Spirit says, hallelujah, I want to reconnect you with God. ദൈവാത്മാവ് ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് ചെയ്യുകയാ. ദൈവാത്മാവ് നിന്നെ കണക്ട് ചെയ്യുകയാ. ദൈവാത്മാവ് നിന്നെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ചില അവിശ്വസ്തതകളെ കണ്ടിട്ട് നീ എവിടെയോ മടുത്തിരിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ എവിടെയൊക്കെയോ മതി എന്ന് പറഞ്ഞ, എവിടെയൊക്കെ നീ താത്തുവെച്ച ചിലതിനെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കരത്തിൽ തരാൻ ആത്മാവിന്റെ പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. The Holy Spirit wishes to disconnect you from those things that are drawing you away from Him and to reconnect you with the plan and purpose of God in your life. Hallelujah. Hallelujah. Praise the Lord. Amen. ആമേൻ. ശുശ്രൂഷകന്മാരിൽ നിന്ന് ചില അവിശ്വസ്തതകൾ കണ്ടിട്ട് മടുത്തിരിക്കുന്ന ചിലരിനകത്തുണ്ട്. There are some people here who have been hurt, hallelujah, seeing the dishonesty, the deception and the lack of faithfulness among, hallelujah, supposed ministers, supposed leaders of the spiritual world, and you have been hurt by their deception. ആമേൻ. അധികം സ്നേഹിച്ച വിശ്വസിച്ച ചിലരിൽ നിന്ന് നീ പ്രതീക്ഷിക്കാത്ത ചില അവിശ്വാസ വഞ്ചനകൾ ആമേൻ നിന്റെ ജീവിതത്തെ കടന്നു വന്ന ഹൃദയത്തെ മടുപ്പിച്ച് മുരടിച്ചു പോയ ആമേൻ ഒരു വ്യക്തി ഇതിന്റെ അകത്തിരിപ്പുണ്ട്. There is someone here, hallelujah, I say this with the guidance of the Holy Spirit, who has been, hallelujah, numb because, hallelujah, they have been paralyzed with grief and sorrow, having been betrayed from the very people that they expected to trust, that they expected to receive help and comfort and encouragement. They were deceived, they were betrayed. ആത്മീയ കാരണം ദൈവിക ബന്ധം അല്പം അകന്നുപോയ ചിലതിനോട് ആത്മാവിന്ന് വളരെ ശക്തമായി ഇടപെടുക കേട്ടോ. The Holy Spirit wishes to speak very clearly and very directly to those of you who have distanced, hallelujah, your relationship with God because, hallelujah, you have been hurt by people in the spiritual world. You have seen dishonesty, you have seen deception, and you've been hurt by it. രക്തം കൊടുത്തത് പാസ്റ്റർ അല്ല, നിന്നെ വിലയ്ക്ക് വാങ്ങുന്ന സഭയല്ല, അവൻ നിന്നെ മകനാക്കി തരുന്ന സംഘടനയല്ല. ഇന്ന് പകലക്കാൽ നിന്നെ റീകണക്ട് ചെയ്യാൻ, അവൻ നിന്നെ ആ ദൈവിക ബന്ധത്തിലോട്ട് മടക്കി വരുത്താൻ ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കാൻ നിന്നെ ഇന്നിപ്പോൾ ഇതിന്റെ അകത്ത് കയറ്റിയത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ നീ ദൈവവുമായി കണക്ട് ആകുക. അവന്റെ പദ്ധതി തീർന്നിട്ടില്ല, അവന്റെ പ്ലാനുകൾ തീർന്നിട്ടില്ല. വിലയേറിയതും അതിമഹത്തായ ദൈവിക പദ്ധതി നിന്റെ മേലുണ്ട്. ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ
ആത്മാവ് കണക്ട് ചെയ്ത് അയക്കുകയാണ്. Dear daughter, let me tell you, it wasn't the pastor who gave his blood for you. It wasn't the church or an organization that gave themselves up for you. It was my Lord and Savior Jesus who gave his last drop of blood. Keep your eyes on him. He will never let you down. He is never unfaithful. He will never betray you. The Holy Spirit wishes to disconnect you from all of those griefs, from all of those sorrows that are causing you to drift from him, to drift from your relationship with him, and reconnect you with the true Savior, with the one who you can rely on. നല്ല ദൈവമേ, സ്തുതിപിതാവേ, ഇന്ന് പകലിൽ ഈ ശബ്ദം കേട്ട ഈ ജനത്തെ, അടിയനെ, കുടുംബത്തെ, തലമുറകളെ എല്ലാം ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ കാണാൻ ചിലർ ഡിസ്കണക്ട് ആയിരിക്കുക. സ്തോത്രം. കർത്താവ് റീകണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഈ ജനം ശക്തരാകട്ടെ. പിശാച് വഞ്ചിച്ച സകല മേഖലയിൽ നിന്നും ഈ കുടുംബങ്ങൾ പുറത്തു വരട്ടെ. ദൈവത്തിന് പ്രിയരായി തീരട്ടെ. ദൈവിക ദൗത്യത്തിലോട്ട് ഇവർ മടങ്ങി വരട്ടെ. ശക്തമായിട്ട് ഇവരെ ഉപയോഗിക്കണമേ. അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ കണക്ഷൻസിനെയും കർത്താവ് കട്ട് ചെയ്ത് കർത്താവിനെ മാത്രം സ്നേഹിക്കട്ടെ. കർത്താവിനെ മാത്രം ആഗ്രഹിക്കട്ടെ. ദൈവാത്മാവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഇവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.